തിരുവിതാംകൂറിൽ ലയിക്കുന്നതിന് മുൻപ് കായംകുളം ഓടനാട് രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. രാജഭരണം ജനായത്ത ഭരണത്തിന് വഴിമാറിയപ്പോൾ ജനസ്വപ്നങ്ങളുടെ സ്വർഗീയ ഭൂമിയായി മാറുകയാണ് ചെങ്ങന്നൂർ എന്ന ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലം. നവകേരളം നവമുന്നേറ്റം ആ വികസന കാഴ്ചകൾ പങ്കുവയ്ക്കും. ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഇഴകൾ തുന്നിച്ചേർത്ത സാംസ്കാരിക ഭൂമികയാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ നഗരസഭയിൽ ആല, ബുധനൂർ, ചെറിയനാട്, മാന്നാർ, മുളക്കുഴ, പാണ്ടനാട്, പുലിയൂർ, തിരുവൻവണ്ടൂർ, വെൺമണി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വിസ്തൃതമായ മണ്ഡലമാണ് ചെങ്ങന്നൂർ. കാലത്തിൻ്റെ മാറ്റപ്രവാഹത്തിൽ നാടിൻ്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ വികസന പ്രക്രിയകൾക്കാണ് ചെങ്ങന്നൂർ സാക്ഷ്യം വഹിച്ചത്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും അസൂയാവഹമായ നേട്ടങ്ങളാണ് ചെങ്ങന്നൂർ കൈവരിച്ചത്. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 17 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ കൊല്ലക്കടവ് കുളനട റോഡ് നവീകരണമാണ് ഏറെ ശ്രദ്ധേയം. കൂടാതെ മാന്നാർ വീയപുരം റോഡിന് 14 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് മന്ത്രിയും മണ്ഡലം MLAയുമായ സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടുന്നു. ചെങ്ങന്നൂർ ബൈപ്പാസിനായി 200 കോടി രൂപ അനുവദിച്ചതായും ഇതിൽ 67 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനായി മാത്രം മാറ്റിവെച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്റ്റ് വഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾ കേരളത്തിൻ്റെ മുഖം മാറുന്നു എന്നത് അതിശയോക്തിപരമല്ല, യാഥാർത്ഥ്യമാണ്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവികസിതമായ ചെങ്ങന്നൂരിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നൂതനങ്ങളായ നിരവധി പദ്ധതികളാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും കിഡ് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സഞ്ചാര മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിന്ന ചെങ്ങന്നൂരിൻ്റെ റോഡ് ഗതാഗത രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കിയ പദ്ധതികളാണ് കൊല്ലകടവ് കുളനട റോഡ് 17 കോടി രൂപയ്ക്കും മാന്നാർ വീയപുരം റോഡ് 14 കോടി രൂപയ്ക്കും നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ബൈപ്പാസ് 200 കോടി രൂപ കിബിൽ നിന്ന് അനുവദിക്കുകയും 67 കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. ആരോഗ്യരംഗത്തിന് പുത്തൻ ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം ആരംഭിച്ച 136 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മന്ദിര നിർമ്മാണവും അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നഗര ഗ്രാമീണ ജനതകളുടെ ദാഹമകറ്റാനായി 200 കോടി രൂപ ചെലവഴിച്ചുള്ള കുടിവെള്ള പദ്ധതിയും ശ്രദ്ധേയമാണ്. ചെങ്ങന്നൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്ന തരത്തിലാണ് 100 കോടി രൂപ ചെലവിൽ ഇന്ന് അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയുള്ള ആശുപത്രി കെട്ടിടം 80% പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക. ഏതാണ്ട് 72 കോടി രൂപയോളം ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. 4 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചെങ്ങന്നൂരിലെ ജനസമൂഹം. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ നടന്നു വരുന്ന കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത് കിഡ്വേലിയാണ്. ഇതിനോടകം 200 കോടിയോളം രൂപ
ഈ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 36 കോടി രൂപയ്ക്ക് നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. വാട്ടർ ടാങ്കിൻ്റെയും പൈപ്പ് ഇടിയിലിൻ്റെയും നടപടികൾ വളരെ വേഗം മണ്ഡലത്തിൽ നടന്നു വരികയാണ്. ഇനിയും ഏതാണ്ട് 150 കോടിയോളം രൂപ കിബി വഴി ഈ പദ്ധതിക്ക് ഇനിയും മുടക്കി ചെങ്ങന്നൂർ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്ന മണ്ഡലമായി മാറാൻ പോവുകയാണ്. ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം. നിർഭാഗ്യവശാൽ 65% നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇടപെടലിൻ്റെ ഭാഗമായി ആ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. എന്നാൽ വീണ്ടും അത് പുനർജീവിപ്പിച്ച് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. ഏതാണ്ട് 67 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും 1 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശബരിമല ഇടത്താവളമാണ് ചെങ്ങന്നൂർ. 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നു പോകുന്ന ചെങ്ങന്നൂരിൽ ആദ്യമായി അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരു ഇടത്താവളം ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ചെങ്ങന്നൂർ കിഴക്കേനടയിൽ 10 കോടി രൂപ ചെലവിൽ കിബി വഴി ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശബരിമല ഇടത്താവള നിർമ്മാണവും പൂർത്തീകരണ ഘട്ടത്തിലാണ്. വിദ്യാഭ്യാസത്തിന്റെ മികവ് എല്ലാവർക്കും, പ്രത്യേകിച്ച് സാധാരണക്കാരായ കുട്ടികൾക്ക് സ്വായത്തമാക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതും അഭിനന്ദനീയമാണ്. ചെങ്ങന്നൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് കിബി വഴി നടത്തിയത്. മുളക്കുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് 6 കോടി രൂപ ചെലവിലാണ് അത്യാധുനികമായ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. 1964 ആരംഭിച്ച ചെങ്ങന്നൂർ ഗവൺമെൻറ് ITക്ക് ആദ്യമായി 20 കോടി രൂപ ചെലവിൽ 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടവും ഹോസ്റ്റലും പൂർത്തീകരിച്ച് ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഈ നിലയിൽ സ്വപ്നം കണ്ട, ഒരിക്കലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത എത്രയോ പദ്ധതികൾ കിബി വഴി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലുണ്ടാകുന്ന ഈ മുന്നേറ്റം കേരളത്തിൻ്റെ മുഖമാണ് മാറുന്നത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന ശ്രദ്ധേയമായ വികസന ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഗവൺമെൻറ് നേതൃത്വത്തിൽ കിബി വഴി നടപ്പാക്കുന്നത്. ഈ സഹായത്തിനെല്ലാം ചെങ്ങന്നൂരിലെ ജനസമൂഹത്തിന് വേണ്ടിയുള്ള നന്ദി ഞാൻ ഈ അവസരം പ്രത്യേകം അറിയിക്കുന്നു. ജില്ലകൾ പലത് മാറിയപ്പോഴും വികസനത്തിന്റെ സ്വപ്ന വെളിച്ചം പരക്കാതിരുന്ന മണ്ണിൽ ഇന്ന് പ്രതീക്ഷയുടെ വസന്തമുണരുകയാണ്. ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഇഴകൾ തുന്നിച്ചേർത്ത സാംസ്കാരിക ഭൂമിയായ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ വികസനത്തിൻ്റെ വസന്തമുണരുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ മലയാളികളുള്ള പ്രദേശമാണ് തിരുവല്ല. അതുകൊണ്ട് തന്നെ അതിരുകളില്ലാത്ത വികസന സ്വപ്നങ്ങൾ പേറുന്ന തിരുവല്ല നിവാസികളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വികസന മുന്നേറ്റം നടക്കുന്ന തിരുവല്ലയുടെ വികസന നേർസാക്ഷ്യങ്ങൾ കാണാം.
നവകേരളം നവമുന്നേറ്റത്തിലൂടെ. തിരുവല്ല നഗരസഭയും ഗ്രാമപഞ്ചായത്തുകളായ കടപ്ര, കവിയൂർ, കുറ്റൂർ, നെടുമ്പ്രം, പെരിങ്ങര, ആനിക്കാട്, കല്ലൂപ്പാറ, മല്ലപ്പള്ളി, പുനമറ്റം, കുന്നന്താനം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് തിരുവല്ല. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയിലാണെന്നതും ശ്രദ്ധേയമാണ്. ഏറെ വിദേശ മലയാളികളുള്ള തിരുവല്ലയിൽ അവരുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. ഒപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതാഭിലാഷങ്ങളും. ഗതാഗത സൗകര്യത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയപ്പോൾ സ്വപ്നസദൃശമായ പദ്ധതികളാണ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള ആദ്യ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയ മണ്ഡലമെന്ന ഖ്യാതിയും തിരുവല്ലയ്ക്ക് സ്വന്തമാണ്. ₹129 കോടി ചെലവഴിച്ച് നിർമ്മിച്ച തിരുവല്ലം പൊടിയാടി അമ്പലപ്പുഴ റോഡിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് മണ്ഡലം MLA മാത്യു ടി തോമസ് ചൂണ്ടിക്കാട്ടുന്നു. തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലത്തിൽ 2016 മുതലുള്ള കാലഘട്ടത്തിൽ നിരവധിയായ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന നടപ്പിലാക്കിയത്. കേരളത്തിലെ കിഫ്ബി മുഖേനയുള്ള ആദ്യത്തെ റോഡ് തിരുവല്ല പൊടിയാടി അമ്പലപ്പുഴ റോഡാണ്. 2 ഘട്ടങ്ങളായി 129 കോടി രൂപയാണ് ആ റോഡ് ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ തിരുവല്ല മുതൽ പൊടിയാടി വഴി നീരേറ്റുപുറം വരെയുള്ള ഭാഗം സമ്പൂർണ്ണമായും തിരുവല്ല അസംബ്ലി നിയോജകത്തിൽ ഉൾപ്പെട്ടു വരുന്നതാണ്. വളരെയധികം താല്പര്യത്തോടെ ഏറ്റെടുത്ത റോഡാണ് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ്. അതിനുവേണ്ടി 88 കോടി രൂപ 2016 തന്നെ വകയിരുത്തിയിട്ടുണ്ട്. നിരവധിയായ ആളുകളുടെ വസ്തുക്കൾ ഏറ്റെടുത്ത് വഴിക്ക് വീതി കൂട്ടി വേണം ആ നിർമ്മാണം നടത്താൻ. അതിൻ്റെ വസ്തു ഏറ്റെടുക്കൽ നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട്. നിരവധി ആളുകൾ വസ്തു ഏറ്റെടുക്കലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും നടപടികൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡിയും സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. 11-1 നോട്ടിഫിക്കേഷനിലേക്ക് നീങ്ങാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന് വീതി കൂട്ടി വികസിപ്പിക്കാനുള്ള പദ്ധതിയും നടന്നുവരികയാണ്. 88 കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കുറ്റൂർ, കിഴക്കൻ മുത്തൂർ റോഡ് നിർമ്മാണത്തിന് 25 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. റോഡിന്റെ വികസനത്തിനായി പല സുമനസ്സുകളും സ്ഥലം വിട്ടു നൽകിയതായും MLA ചൂണ്ടിക്കാട്ടി. കവിയൂർ തോട്ടഭാഗത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെയുള്ള റോഡിന് 30 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കുറ്റൂർ കിഴക്കൻ മുത്തൂർ റോഡ് 25 കോടി രൂപയ്ക്കാണ് പണി പൂർത്തീകരിച്ചത്. അവിടെ വീതി ഇല്ലാതിരുന്ന സ്ഥലത്ത് സൗജന്യമായി ഭൂമി വിട്ടു നൽകുവാൻ നിരവധി ആളുകൾ തയ്യാറായി. അതിൽ ദേവാലയങ്ങളുടെ സ്ഥലം, അമ്പലങ്ങളുടെ സ്ഥലം അടക്കമുള്ള സ്ഥലങ്ങൾ വിട്ടു നൽകിയാണ് ആ നിർമ്മാണം സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു. കവിയൂർ പഞ്ചായത്തിലെ തോട്ടഭാഗത്തു നിന്ന് ആരംഭിച്ച് ചങ്ങനാശ്ശേരി വരെയുള്ള റോഡ്, കവിയൂർ ചങ്ങനാശ്ശേരി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് 30 കോടി രൂപ
അതിൻ്റെ തിരുവല്ല മണ്ഡലത്തിലെ ഭാഗങ്ങളിൽ വീതി കൂട്ടി നിരവധി ആളുകൾ സ്ഥലം സൗജന്യമായി നൽകി. BM പൂർത്തീകരിച്ചു. കരാറുകാരൻ ഇടയ്ക്ക് പണി ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്ന ചില നിർമ്മാണ പ്രവർത്തികളിൽ കൂടി നടത്തിയതിന് ശേഷം അതിൻ്റെ BCയിലേക്ക് നീങ്ങാനാണ് നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആതുര രംഗത്തിനും ഉണർവേകുന്ന കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കാൻ കഴിഞ്ഞതും ഏറെ ശ്രദ്ധേയമാണ്. മല്ലപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 43 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് ഇതിന് വ്യക്തമായ സാക്ഷ്യമെന്നും MLA പറയുന്നു. 43 കോടി രൂപ ചിലവാക്കിയാണ് മല്ലപ്പള്ളി ആശുപത്രിക്ക് പുതിയ കെട്ടിടം, ആധുനിക സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിന് വേണ്ടി കിഫ്ബി അനുവാദം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച് ടെൻഡറിലേക്ക് പോയി. ആ ഘട്ടത്തിൽ കരാറുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതി വന്നതുകൊണ്ട് കരാർ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കേസ് തീർന്നാലൂടെ പണികളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇടിഞ്ഞില്ലം കാവുംഭാഗം റോഡ് തിരുവല്ലയ്ക്ക് സത്യത്തിൽ ഒരു ബൈപ്പാസ് റോഡാണ്. 16 കോടി രൂപ ചെലവിൽ ആ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തിരുമൂലപുരത്ത് വാട്ടർ അതോറിറ്റി ഓഫീസ് തിരുമൂലപുരത്ത് ഒരു ടാങ്കും വാട്ടർ അതോറിറ്റിക്ക് ഓഫീസ് സമുച്ചയം നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കുമായി 58 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി. തിരുവല്ല നഗരസഭയ്ക്കുള്ളിൽ തന്നെ 25 കിലോമീറ്ററോളം പുതിയ പൈപ്പ് ലൈൻ കുടിവെള്ള പൈപ്പുകളിട്ട് ആ പണികൾ കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ല നഗരസഭയ്ക്ക് ആധുനിക സംവിധാനങ്ങളോടെയുള്ള ഓഫീസ് സമുച്ചയ നിർമ്മാണത്തിന് 12 കോടി രൂപയുടെ അനുമതി ലഭിച്ചുവെന്നതും ശ്രദ്ധേയമാണ്. വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയതായും മാത്യു ടി തോമസ് പറയുന്നു. ആഞ്ഞിലിത്താനം ഗവൺമെൻറ് UP സ്കൂളിന് 1 കോടി രൂപ അനുവദിച്ചത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. കണ്ണശ്ശ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയ്ക്ക് നൂതനമായ കെട്ടിടവും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പാലക്കത്തകടി സെൻറ്റ് മേരീസ് ഗവൺമെൻറ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം പണിയാൻ 3 കോടി രൂപ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വെണ്ണിക്കുളം പോളിടെക്നിക്കിന് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് 10 കോടി രൂപ ആ പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി തിരുവല്ല നഗരസഭയിൽ ആധുനികമായി അറവുശാല നിർമ്മിക്കുന്നതിന് മറ്റൊരു 12 കോടി രൂപയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ ആ പണികൾ കൂടി നടത്താൻ കഴിയും. കിഫ്ബി മുഖേന അങ്ങനെ നാട്ടിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു. പിന്നിട്ട കാലങ്ങളിൽ വികസനം വിരുന്നെത്തിയ തിരുവല്ലയിൽ വരും നാളുകളിൽ വികസന വേലിയേറ്റമുണ്ടാകുമെന്ന സത്യമാണ് വ്യക്തമാകുന്നത്.
കേരളത്തിൻ്റെ തിരുനെറ്റിയിലെ തിലകക്കുറിയായി തിരുവല്ല വികസനത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകുമ്പോൾ ഇനിയും നമുക്ക് ഏറെ പ്രതീക്ഷിക്കാം.